ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റാണീസ് കിച്ചൺ. ഇന്ന് നമുക്ക് പാളയംകുടം പഴം വച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റിൽ വളരെ എളുപ്പത്തിൽ ഒരു 4 മണി പലഹാരം ഉണ്ടാക്കാം. ഇതൊരു മധുര പലഹാരമാണ്. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതിൻ്റെ കൂടെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന ഓപ്ഷൻസിൽ ഓൾ തന്നെ ക്ലിക്ക് ചെയ്യണം. ഇനി നമുക്ക് ഈ പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു 4 പാളയംകുടം പഴം ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് ഉടച്ചെടുക്കണം. ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ടോ സ്പൂണോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ ഉടച്ചെടുത്താൽ മതി. ഒരുപാട് അങ്ങ് ഉടഞ്ഞു പോകരുത്. പഴത്തിൻ്റെ ചെറിയ ചെറിയ തരികൾ ഉണ്ടായിരിക്കുന്നതാണ് നല്ലത്. ഞാനിപ്പോൾ പഴം ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. പഞ്ചസാര ചേർക്കുമ്പോൾ ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് ചേർക്കണം. പഞ്ചസാര ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിൽ ചേർക്കാനായിട്ട് ഞാനൊരു 1/4 കപ്പ് മൈദമാവ് എടുത്തിട്ടുണ്ട്. മൈദമാവിന് പകരം ഗോതമ്പ് മാവായാലും കുഴപ്പമില്ല. ഗോതമ്പ് മാവായാലും പലഹാരത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കാം. ഒരല്പം സോഡാപ്പൊടി ചേർക്കാം. ഒരു നുള്ള് സോഡാപ്പൊടി ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർക്കാം. ഒരു നുള്ള് ഉപ്പ് ചേർത്താൽ മതി. മധുര പലഹാരം ആയതുകൊണ്ട് ഒരു നുള്ള് ഉപ്പ് ചേർത്താൽ മതി. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കാം. വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കണം. ഒന്ന് നല്ല കട്ടിക്ക് വേണം മാവ് തയ്യാറാക്കിയെടുക്കാൻ. സ്പൂൺ വെച്ചിട്ട് കോരി ഒഴിക്കുന്ന പരുവത്തിലാണ് മാവ് റെഡിയാക്കേണ്ടത്. ഞാനിപ്പോൾ ഈ കട്ടിയിൽ മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. മധുരം നോക്കിയപ്പോൾ അല്പം കുറവായിരുന്നു. ഞാൻ അതുകൊണ്ട് 1.5 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട്. ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം മാവ് റെഡിയാക്കിയെടുക്കാം. ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം സ്പൂൺ വെച്ചിട്ട് മാവ് കോരി ഒഴിച്ചു കൊടുക്കാം. ചീനച്ചട്ടിക്ക് പകരം ഉണ്ണിയപ്പച്ചട്ടി ആയാലും കുഴപ്പമില്ല. ഉണ്ണിയപ്പച്ചട്ടി ആകുമ്പോൾ കുറേ എണ്ണ ഒഴിക്കണം. ഞാൻ അതുകൊണ്ടാണ് ചീനച്ചട്ടി എടുത്തത്. ചീനച്ചട്ടിയിലാകുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇതുപോലെ 3-4 ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയിട്ട് വരും. പിന്നെ മാവ് കോരി ഒഴിക്കുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ട് വേണം ഒഴിക്കാനായിട്ട്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകും. ഉൾഭാഗം വേകാതിരിക്കും. ഉണ്ണിയപ്പം പോലെ നന്നായിട്ട് പൊങ്ങി വരും. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പുറഭാഗം ഒന്ന് ക്രിസ്പി ആയിട്ടിരിക്കുന്ന ഒരു പലഹാരമാണ്. നല്ല ടേസ്റ്റാണ് ഇതിന്. ഒരു പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ വീണ്ടും ഇത് ഉണ്ടാക്കി കഴിക്കാൻ തോന്നുന്ന അത്രയും ടേസ്റ്റുള്ള ഒരു പലഹാരമാണ്. 2 സൈഡും ബ്രൗൺ നിറമാകുമ്പോൾ കോരി മാറ്റാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം റെഡി ആയിട്ടുണ്ട്. ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും വളരെ ഇഷ്ടപ്പെടുന്ന ഒന്ന് തന്നെയാണിത്. ഇതുപോലെ ബാക്കിയുള്ളതും റെഡിയാക്കിയെടുക്കാം. സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ കോരി ഒഴിക്കുമ്പോൾ വലിയ ഷേപ്പൊന്നും ഉണ്ടാകില്ല. എന്നാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരം തന്നെയാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കിയ ശേഷം കമൻസൊക്കെ അറിയിക്കണം. ഞാനിതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാനിതൊന്ന് മുറിച്ച് കാണിക്കാം. വളരെ സോഫ്റ്റ്, ഉള്ളിൽ വളരെ പുറഭാഗം ഒന്ന് ക്രിസ്പി ആയിട്ടും ഉൾഭാഗത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പലഹാരമാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.